ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഉള്ളിയും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ചെറിയൊരു സബോള കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കൈവച്ചിട്ട് തിരുമ്മി നന്നായിട്ട് ഒറ്റയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ 1/2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പച്ചമുളകോ ഉണക്കമുളകോ ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ മറ്റൊരു കറികളുടെയും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചാണ് ഈ ഒരു ഉള്ളിയും മുട്ടയും എടുക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സബോളയ്ക്കും 2 കോഴിമുട്ടയ്ക്കും അനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ദോശമാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പച്ചരി ഉഴുന്ന് ചോറൊക്കെ ഇട്ടിട്ട് തലേ ദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നത് പോലെ തന്നെയുള്ള മാവാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ ദോശയ്ക്ക് ചുടാൻ വേണ്ടി എടുത്തതിന് ശേഷം അതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. 250 ml കപ്പിന്റെ അളവിലാണ് ഞാനിപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പത്തിന്റെ ആയാലും ഇഡ്ഡലിയുടെ ആയാലും ദോശയുടെ ആയാലും ഏതാണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് റവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് പരുവൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഈ ഒരു റവ കുതിരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി നോക്കാം. ഇപ്പൊ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട്. ഇതാണ് ഇതിന്റെ പരുവം. ഇതിലേക്ക് ഇനി ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓയിലിൽ ഇതുപോലെ ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഇല്ലാതെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മുകൾ ഭാഗം കാണുന്ന പോലെ തന്നെ താഴത്തെ ഭാഗം കൂടെ വെന്ത് വരുമ്പോൾ ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. കാരണം ആദ്യത്തെ ബാലൻസ് ഉണ്ട്. ആ ഒരു ഓയിൽ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വെന്തതിന് ശേഷം എടുത്തു മാറ്റിയിട്ട് അടുത്തത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വേറൊരു കറികളുടെയും ആവശ്യമില്ല. ഇനി കറികളോട് കൂടി തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏത് കറി വേണമെങ്കിലും ചേരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.